നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കലയപുരം ആശ്രയയിൽ ഒരു യുവാവിനെ കൂടി ഏറ്റെടുത്തു. ആൽബിൻ എന്ന യുവാവിനെയാണ് ഏറ്റെടുത്തത്. നെടുവത്തൂരിൽ ദേശീയപാതയുടെ വശത്തായി ഈ യുവാവ് തുടർച്ചയായി ഏറെ സമയം നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ അധികൃതർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് ആശ്രയയിൽ എത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇദ്ദേഹം കഴിഞ്ഞ 2 ദിവസമായി കൊട്ടാരക്കര നെടുവത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പ്ലാമൂട്, താമരശ്ശേരിക്കും പ്ലാമൂടിനും ഇടയിൽ നാഷണൽ ഹൈവേയിൽ കയറി നിന്നുകൊണ്ട് സൈഡിൽ നിന്നുകൊണ്ട് ഉറങ്ങുക. അപ്പോൾ ഇന്നലെ രാത്രിയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഞാൻ അദ്ദേഹത്തെ പിടിച്ചൊരു കടയുടെ തിണ്ണയെ കൊണ്ട് ഇരുത്തി. അപ്പോഴും അദ്ദേഹം ഇച്ചിരി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് വീണ്ടും റോഡിൽ കയറി. അവിടെ കിടക്കാൻ തയ്യാറല്ല. ഇന്ന് രാവിലെ ഞാൻ മിൽമയിൽ പോയിട്ട് വന്നപ്പോൾ ഇദ്ദേഹം വീണ്ടും ഇതുപോലെ ഹൈവേയുടെ സൈഡിൽ നിൽക്കുന്നു. ആരും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിനോട് പോയി സംസാരിച്ചു. ആൽബിയുടെ പപ്പയുടെ പേരെന്തുവാ? ഫിലിപ്പ്. എവിടെയാ ആൽബിയുടെ വീട്? പൈലക്കാവിലിയോ? അങ്ങനൊരു സ്ഥലമുണ്ടോ ആൽബി? അങ്ങനൊരു സ്ഥലമുണ്ടോ? വീട്ടിൽ വേറെ ആരുണ്ട്? അമ്മയുണ്ട്, അപ്പനുമുണ്ട്. വേറെ സഹോദരങ്ങളുണ്ടോ? ആരുണ്ട്? വേറെ ആരുണ്ട് ആൽബി? ചേട്ടനുണ്ടോ? അപ്പോൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം മലയാളത്തിൽ എന്നോട് മറുപടി പറഞ്ഞു. പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ആൽബി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ചായ വേണോ എന്ന് പറഞ്ഞു. ഞാനൊരു കടയിൽ നിന്ന് ഒരു ചായ മേടിച്ചു. ഒരു കടയുടെ തിണ്ണയിലോട്ട് ഇരുത്തി ചായ കൊടുത്തു. അപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട കൊട്ടാരക്കര എസ് ഐയെ ഞാൻ ഫോണിൽ വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു അവിടെ ഇരുത്ത്, ഞാനിപ്പോൾ അതുവഴി വരും. അപ്പോൾ തന്നെ ഞാൻ ബഹുമാനപ്പെട്ട ഇവിടുത്തെ ആശ്രയയുടെ ചെയർമാൻ ശ്രീ ജോസ്റ്റാനെയും ഫോണിൽ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് വീഡിയോ സെൻഡ് ചെയ്ത് 2 പേർക്കും കൊടുത്തു. അത് പിന്നെ അദ്ദേഹത്തിന് 2 പേർ ബിസ്ക്കറ്റൊക്കെ വാങ്ങി നൽകി, വെള്ളമൊക്കെ വാങ്ങി നൽകി, അവിടെ ഇരുത്തി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ഫിലിപ്പ് എന്നാണ് പറഞ്ഞത്. ആ പറയുന്നതെല്ലാം കറക്റ്റാണ്. പക്ഷേ സ്ഥലം മാത്രം അദ്ദേഹം കൃത്യമായി പറയുന്നില്ല. പിന്നെ അദ്ദേഹത്തോട് വീട്ടിൽ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ പോകും. എങ്ങനെ പോകുമെന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി ഇല്ല. ഞാൻ പിന്നെയും ചോദിച്ചു പോന്നോ വീട്ടിൽ? ഇന്ന് വൈകുന്നേരം പോകുന്നു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതിൻ്റെ അപ്പനും അമ്മയും വീട്ടിലുണ്ട് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ ഡ്രസ്സൊക്കെ കണ്ടിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസമേ ആയിട്ടുണ്ടാവും പുറത്ത് വന്നിട്ട്. ഈ റോഡിൽ ഇദ്ദേഹത്തിൻ്റെ കാലിലൊക്കെ അവിടെ ഇവിടെയൊക്കെ മുറിവ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് വണ്ടിയിൽ പിടിച്ച് കയറ്റാൻ നേരം അദ്ദേഹം വന്ന് ബഹുമാനപ്പെട്ട കൊട്ടാരക്കര അദ്ദേഹം വന്നു പോയതിന് ശേഷം കാറിലേക്ക് കയറ്റാൻ നേരം അദ്ദേഹം ഞങ്ങളെ 2 പേരെ തെറി വിളിച്ചു, അടിക്കാനൊക്കെ ഒന്ന് ഊങ്ങി. അപ്പോൾ പ്രിയപ്പെട്ട സുരേഷണ്ണും ഞാനും അല്ലണ്ണോട് 6 മണി തൊട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും സുരക്ഷിതമായൊരിടത്ത് ഇതുപോലുള്ള ആയിരക്കണക്കിന് അസരണരെ സംരക്ഷിക്കുന്ന ഒരിടത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട കൊട്ടാരക്കര എസ് ഐ ജോസ്റ്റാൻ്റെ കൈകളിലേക്ക് അദ്ദേഹത്തെ കൈമാറി എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. വലിയ അപകടം. ആ പ്രദേശത്ത് രാത്രിയിൽ ആരുമില്ല, കടയും കമ്പോളും ഒന്നും ഉള്ള സ്ഥലമല്ല. റോഡിൽ ഇങ്ങനെ കയറി നിന്ന് ഉറങ്ങുന്ന സ്ഥിതിയാണുള്ളത്. എന്തായാലും അത് കൃത്യമായ ഒരു കൈകളിൽ, സുരക്ഷിതമായൊരു കൈകളിൽ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞ വലിയ സന്തോഷമുണ്ട്. ഇന്ന് പുലർച്ചയിലും ഒരു നന്മ കൂടി ചെയ്യാനുള്ളൊരു അവസരമാണ് ആശ്രയയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രിയ ശിവകുമാറാണ് അതിന് കാരണക്കാരനായി തീർന്നത്. ശിവകുമാർ ധാരാളം നന്മ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിന് ചെയ്യുന്നു. അടുത്തിടെ ആദിവാസിയായ ഒരു ആദിവാസി കുടുംബത്തിന് 5 സെൻറ്റ് ഭൂമി വാങ്ങി നൽകുകയുണ്ടായി. ഇപ്പോഴ് വേറൊരു 3 അംഗ കുടുംബത്തിന് സ്വന്തം നിലയിലൊരു വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒത്തിരി നന്മ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരശരണനെ ഒരു ശരണാലയത്തിൽ എത്തിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ചെയ്ത വളരെ ത്യാഗപൂർവമായ ഈ പ്രവർത്തനം അങ്ങേയറ്റം ശ്ലാഘനീയമാണ്. അവിടെ ആശ്രയയ്ക്കായാലും സമൂഹത്തിനായാലും കൊട്ടാരക്കരയ്ക്ക് എല്ലാ ആവശ്യങ്ങൾക്കും എപ്പോഴും ഓടിയെത്തുന്ന ഒരാളാണ് നമ്മുടെ ബഹുമാനായ ഗോപകുമാർ സാർ, കൊട്ടാരക്കരയിലെ പോലീസ് സബ് ഇൻസ്പെക്ടർ. അദ്ദേഹം ധാരാളം ആളുകളെ ഇതിനകം ആശ്രയയിൽ എത്തിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോഴും എല്ലാവരും സുരക്ഷിതരാണ്. അവരെ ഭംഗിയായി നോക്കുന്നു, പരിചരിക്കുന്നു, സുരക്ഷിതമായി കാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പോലീസ് സേന ഒന്നടക്കം ആശ്രയയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നതും അപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഇവിടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് വളരെ ഔദ്യോഗിക ജോലി തിരക്കിനിടയിലും അദ്ദേഹം സമയം കണ്ടെത്തി ഈ ചെറുപ്പക്കാരനെ ഇവിടെ എത്തിക്കാൻ, ചെറുപ്പക്കാരനെ ഇവിടെ എത്തിക്കാൻ അദ്ദേഹം കാണിച്ച വലിയ മനസ്സിന് പ്രത്യേകമായി നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് പോലീസിൽ മുഴുവൻ, പഴയ പോലീസല്ല ഇപ്പോഴത്തെ പോലീസ് സേന എന്ന് പറയുമ്പോൾ വയനാട്ടിൽ നമ്മൾ കണ്ടു പോലീസ് ചെയ്യുന്ന ത്യാഗങ്ങൾ. അപ്പോഴെവിടെ ആവശ്യമുണ്ടോ അവരുടെ സേവനങ്ങൾ ഏത് തരത്തിൽ എപ്പോഴെല്ലാം ആവശ്യമുണ്ടെങ്കിലും പോലീസ് സേന സ്വയം മറന്ന് നമ്മുടെ നാടിൻ്റെ കാവലിനായി കൈത്താങ്ങായി നിൽക്കുന്നു എന്നുള്ളത് ലോകത്തിനെമ്പാടും അഭിമാനിക്കത്തൊരു കാര്യമാണ്. പ്രിയ ഗോപകുമാർ സാർ അതിൽ എടുത്തു പറയപ്പെടേണ്ടുന്ന വ്യക്തിത്വമാണ്. ഗോപകുമാർ സാറിനോടും ഇന്ന് ഈ ഒരു ചെറുപ്പക്കാരനെ ആശ്രയയിൽ
സുരക്ഷിത കാര്യങ്ങളിൽ എത്തിക്കുവാൻ സന്മനസ് കാണിച്ചുള്ള നന്ദി ഗോകുമാർ സാറിനോട് പ്രത്യേകം രേഖപ്പെടുത്തുന്നു. ഇവിടെ പ്രിയ ശിവകുമാർ, അദ്ദേഹത്തോടൊപ്പം വന്ന സുഹൃത്തുക്കൾ പ്രിയ സുരേഷ് അടക്കമുള്ള അനിൽ അടക്കമുള്ള എല്ലാ ആളുകളോടുമുള്ള നന്ദി അറിയിക്കുന്നു. ആശ്രയിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ എങ്ങനെ ആളിനെ എടുക്കാമെന്നല്ല ചിന്തിക്കുന്നത്, എങ്ങനെ ആളിനെ എടുക്കാതിരിക്കാം എന്ന് ചിന്തിക്കുന്നൊരു സമയമാണ്. കാരണം ഇവിടെ പാർപ്പിട സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. എല്ലാ കട്ടിലും നിറച്ച ആളുകളാണ്. എല്ലാ കട്ടിലിൻ്റെയും അടിക്ക് പായ വിരിച്ച് മനുഷ്യർ കിടക്കുന്നു, വരാന്തയിൽ ആളുകൾ കിടക്കുന്നു. ഇങ്ങനെ വളരെ ഞെരുക്കമുള്ളൊരു സാഹചര്യമാണ് ഇപ്പം ഞങ്ങൾക്കുള്ളത്. ഈ അടുത്തിടെ മഴക്കാലത്ത് നൂറുകണക്കിന് ആളുകളെയാണ് പുതുതായിട്ട് ഏറ്റെടുക്കേണ്ടതായി വന്നത്. എല്ലാം വളരെ ദാരുണമായ സാഹചര്യത്തിൽ കിട്ടിയിട്ടുള്ള ആളുകളാണ്. അവർക്ക് വേണ്ടി മനോഹരമായൊരു പുതിയ കെട്ടിടം ഉയർന്നുകൊണ്ടിരിക്കുന്നു. 1,00,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ളൊരു 5 നില കെട്ടിടത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. കെട്ടിടം പണി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് നമുക്ക് കൂടുതൽ ആളുകളെ ഏറ്റെടുക്കുന്നതിനും അവർക്ക് മനുഷ്യത്വപരമായ എല്ലാ പരിഗണനയും നൽകി സംരക്ഷിക്കുന്നതിനും സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ആശ്രയുടെ പ്രസിഡന്റ് പ്രിയ ജയകുമാർ സാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രസ്ഥാനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ ജനകീയ സമിതി, മനുഷ്യത്വം പറ്റിപ്പോയിട്ടില്ലാത്ത നൂറുകണക്കിന് ആളുകളാണ് ഈ ആശ്രയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നത്. സമൂഹത്തിലുള്ള സമസ്ത ജനവിഭാഗങ്ങളും ചേർന്ന് കൈത്താങ്ങ് നൽകി ഇതിനെ നിലനിർത്തുന്നു. ഈ സമൂഹത്തോട് ആകമാനം ആശ്രയ പ്രസ്ഥാനത്തിന് തീർത്താൽ തീരാത്ത കടപ്പാടാണുള്ളത്. അപ്പോൾ ഈ ചെറുപ്പക്കാരനെ ബന്ധുക്കൾ എത്തിച്ചേരുന്നവരേക്കോ അല്ലെങ്കിൽ മരണം വരേക്കോ ഇവിടെ സംരക്ഷിക്കുവാൻ ആശ്രയ പ്രതിജ്ഞാബദ്ധമാണെന്ന് കൂടി രേഖപ്പെടുത്തുന്നു.